എല്ലാവർക്കും നമസ്കാരം. പ്രവാസ ലോകത്തുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട്, പ്രിയ സഹോദരങ്ങളോട് ഇന്നത്തെ ഈ സായം സന്ധ്യയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രവാസ ലോകത്തുള്ളവരെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് പെടാപ്പാടുപെടുന്ന ഒരു ജനവിഭാഗം. അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് താഴെ വീഡിയോന് താഴെ യൂട്യൂബ് വീഡിയോ കാണുന്നവർ നാളെ കാണുമ്പോൾ അതിന് താഴെ നിങ്ങൾ എന്ത് പറഞ്ഞാലും 10-25-6 വർഷങ്ങളായി നഗ്നമായി അല്ലെങ്കിൽ യാഥാർത്ഥ്യമുള്ള പ്രവാസ ജീവിതം അനുഭവിച്ചും കണ്ടും എല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് മറ്റുള്ളവരോട് പറയാണ്, നിങ്ങൾ കാണുന്നതൊന്നുമല്ല ഞങ്ങളുടെ ജീവിത രീതി എന്നത്, ജീവിതാവസ്ഥ എന്നതൊക്കെ. ഇത് യാഥാർത്ഥ്യമായി വേണം. സമ്പത്തൊക്കെ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ട്, പ്രവാസ ലോകത്ത് വന്നിട്ട് സമ്പത്ത് ഉണ്ടാക്കിയവരുണ്ട്, അതുപോലെ ദരിദ്ര നാരായണന്മാരായവരുമുണ്ട്. ഇതെല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ സമ്പത്ത് ഉണ്ടാക്കിയവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ അധ്വാനവും കൃത്യമായ അടുക്കും ചിട്ടയുള്ള ജീവിതവും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിനേക്കാൾ എളുപ്പം ജീവിക്കാൻ മറന്നുപോയവരുടെ കയ്യിലാണ് 10 പൈസ ഇവിടെ ബാക്കി വന്നിട്ടില്ല എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടി വരും. ആർക്കാണോ ജീവിക്കാൻ മറന്നു പോയത് കൊണ്ടാണ് അവരില് 10 പൈസ ബാക്കി വന്നത്. അതുകൊണ്ടാണ് അവരെ കുടുംബം, അവരെ ബന്ധുക്കള്, അവരെ ചുറ്റുപാടുകൾ അടിപൊളിയായി ജീവിച്ചു പോകുന്നത് എന്ന്. പ്രത്യേകിച്ച് കേരളത്തെ പറ്റി വീണ്ടും വീണ്ടും പറയേണ്ടി വരും. കേരളത്തിലെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ കൈകാര്യം ചെയ്യുന്നതെല്ലാം പ്രവാസികളിൽ നിന്നുള്ള ഏറെക്കുറെയുള്ള സമ്പാദ്യം, അല്ലാതെ അവിടെ മറ്റൊന്നുമില്ല എന്നത് സത്യം അറിഞ്ഞേ പറ്റൂ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് ഈ പറയുന്ന കറവ പശുവിനെ ശ്രദ്ധിക്കാൻ കർഷകന് പോലും സമയമില്ലാത്ത അവസ്ഥ. ഈ ഒരു അവസ്ഥ എന്നെങ്കിലും മാറുണ്ടാവുമോ എന്ന് ചിന്തിച്ചു നോക്കാം. പണ്ട് ഞാനൊരു കവിത എഴുതുമ്പോൾ പറഞ്ഞിരുന്നു, ഊശ്വരഭൂ എന്ന് പറയുന്നതാണ് ഈ ഇതിന് പറയുന്നത് മലയാളത്തിൽ. നമ്മുടെ മരുഭൂമിയെ പറ്റി പറയുന്നത്, അതായത് ഊശ്വരഭൂവില് ഊർന്നെടുക്കുന്ന അവസ്ഥയിൽ നിന്നും മാറ്റം ഉണ്ടാവുന്നത് എന്നാണോ അന്ന് ഈ ലോകം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റപ്പെടുമെന്നുള്ള. ഇത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അത്രയും ജീവിത യാഥാർത്ഥ്യങ്ങൾ കണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ്. പല ലേബർ ക്യാമ്പുകളുടെയും ജീവിതം ഇന്നും അന്നും ഒക്കെ എങ്ങനെയാണ് എന്നൊന്നും പറയാനില്ല. 8, 9, 10 ബെഡുകൾ മുകളിലൊക്കെ ഇട്ടിട്ട് അതിൽ ഒരു ബെഡിൽ 2 പേര് ഷെയർ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് ഷിഫ്റ്റ് പോലെ കിടന്നുറങ്ങുന്ന ആൾക്കാർ ഇന്നുമുണ്ട്. എന്നിട്ടാണ് അവർ നാട്ടിൽ മണിമാളികകൾ പണിത് അവരെ കുടുംബത്തെ, ഒരു ഭാര്യയും ഭർത്താവും ഭാര്യയും മക്കളുമുള്ള 1-2 പേര് താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി 5-6 റൂമുള്ള വീടുണ്ടാക്കി വെച്ച് വരുന്നത്. ഒരു ദിവസം പോലും കിടന്നിറങ്ങാൻ യോഗമില്ലാത്ത ഒരുപാട് കഥകൾ നമ്മൾ പറയാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് പോയി കൂടുതൽ ഞാൻ ഇമോഷണൽ ആക്കുന്നില്ല നിങ്ങളെ. ഇതൊന്ന് സത്യമാണ് എന്ന് എല്ലാവരും ഒന്നും കൂടി ഉറപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ പ്രവാസ ലോകത്തെ എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ അറിയുമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ജീവിതത്തിൽ അടുത്ത തലത്തിലേക്ക് ഉയരാനോ നമ്മളെ ഉയർത്താനോ സാധിക്കാതെ പോകുന്നത്, അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി, ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനസികമായ ശാരീരികമായ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. സാമ്പത്തികം മാത്രമല്ല ഇവിടുത്തെ വിഷയം, സാമ്പത്തികം കൂടി വിഷയമാണ്. 1200, 1500, 2000, 2500 ശമ്പളം വാങ്ങിച്ചു പോകുന്ന ആൾക്കാരാണ് ദിറംസ് അല്ലെങ്കിൽ അത് തത്തുല്യമായ മറ്റ് കറൻസികൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നവരാണ് ഇവിടെ ഏറ്റവും. അതായത് നാട്ടിൽ സംബന്ധിച്ച് 40,000 മുതൽ 50,000 രൂപ വരെ ശമ്പളം വാങ്ങിക്കുന്നവരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. എന്ന് വെച്ചാൽ 40,000, 50,000 വെച്ച് വലിയ തുകയായിട്ടൊന്നും ആരും കരുതണ്ട. കാരണം ഇവിടെ നിന്ന് നാട്ടിലേക്ക് ഒന്ന് പോയി വരാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന് തന്നെ 1 മാസത്തെ ശമ്പളം വേണ്ടി വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നാട്ടിലേക്ക് അവർ അയച്ചു കഴിയുമ്പോൾ ബാക്കി എന്തൊഴിയും, അങ്ങനെയൊക്കെ കണക്കുകൾ മറ്റു രൂപത്തിൽ നമുക്ക് പറയാം. ഇവിടെ വർക്ക് ചെയ്യുന്ന എന്നിട്ട് എത്ര മണിക്കൂറാണ് നാട്ടിൽ 15,000, 25,000, 30,000 ശമ്പളം മേടിക്കുന്ന ഒരു സെയിൽസ്മാൻ വർക്ക് ചെയ്യുന്നത് 6 തൊട്ട് 8 മണിക്കൂറും, ഇവിടെ 40,000, 50,000 ശമ്പളം മേടിക്കുന്ന ഒരു സെയിൽസ്മാൻ വർക്ക് ചെയ്യുന്നത് 14 തൊട്ട് 16 മണിക്കൂറുമാണ് എന്ന് ഓർക്കുക. അതായത് നേരെ ഡബിൾ സമയം വർക്ക് ചെയ്തുകൊണ്ടാണ് നേരെ ഡബിൾ ശമ്പളം കിട്ടുന്നത്. അപ്പോൾ വ്യത്യാസം ഒന്നും ഇല്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇത്രയും ശമ്പളം നിങ്ങൾ നാട്ടിൽ നിന്നാലും ജോലി ചെയ്താൽ കിട്ടും, ഇത്രയും മണിക്കൂർ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെയാണ് പുതിയ യുവതലമുറ വരാത്തത് എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇത്രയും കാശ് നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റും.
അതുകൊണ്ട് പ്രവാസ ലോകത്ത് ഒന്നും വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ഇവിടെ സമ്പാദ്യം ഉണ്ടാക്കുന്നത് 10 പൈസ ഒഴിയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ പിശുക്ക് ജീവിക്കുന്നത് കൊണ്ടാണ്. ഒരു ഉബൂസും ഒരു ഗ്ലാസ് വെള്ളവും വെച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇന്നും ഇവിടെയുണ്ട്. ഒരു ദിവസം 15 ദിറംസിൽ മാത്രം ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഇന്നും ഇവിടെയുണ്ട്. അത്രയും ലളിതമായി ജീവിക്കുന്നത് കൊണ്ടാണ്. മീൻ വാങ്ങിക്കുമ്പോൾ 10 വട്ടം ആലോചിക്കും 10 ദിറംസ് കൊടുത്ത് മീൻ വാങ്ങിക്കണോ വേണ്ടയോ എന്ന്. അങ്ങനെ ജീവിക്കുന്നവരാണ് മിക്കവരും ഇവിടെയുള്ള. അങ്ങനെയാണ് 10 പൈസ കയ്യിൽ ബാക്കി ഒഴിയുന്നത്, അല്ലാതെ ഇല്ല. പക്ഷെ ഓക്കെ, ചില ആൾക്കാരുണ്ട്, നല്ല ശമ്പളമുള്ള ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയുന്നത് അത് നാട്ടിലുമുണ്ട് ഇവിടെയുമുണ്ട്. പക്ഷെ ആവറേജ് എന്ന് പറയുന്നത് ഈ ബിലോ ഈ റേഞ്ചിൽ കിടക്കുന്നവരാണ്. പക്ഷെ അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റു രൂപത്തിൽ മാറാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് യഥാർത്ഥത്തിൽ നിങ്ങൾ അതിനുവേണ്ടി ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, അതിനുവേണ്ടി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം 2000 2500 ആണെങ്കിൽ ഒബ്വിയസ്ലി ആയിട്ട് നിങ്ങൾ ഈ പ്രവർത്തനം നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത് നിങ്ങൾക്ക് ഇതിന് ഡബിൾ ശമ്പളത്തിലേക്ക് മാറാൻ പറ്റും, അല്ലെങ്കിൽ ഡബിൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ വരുമാനം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ശ്രദ്ധിക്കണം, വരുമാനം ഉണ്ടാക്കുന്നതിനേക്കാളല്ല കഴിവ് ഇതിനെങ്ങനെ നിലനിർത്താൻ പറ്റണം എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും എന്നോട് കഴിഞ്ഞ വർഷം ഒരാൾ എന്നെ വന്ന് സംസാരിച്ചു, ദുബായിൽ നിന്നുള്ളതാണ്. 8 വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്നു. സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു, സാറേ എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ, എന്റെ ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ? അല്ല, എനിക്കതിന്റെ ആവശ്യമില്ല. അതെന്താ നിങ്ങൾക്ക് ആവശ്യമില്ല? ഞാൻ ശമ്പളം കിട്ടും 1 അവളെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. നല്ലത് തന്നെയാണ്, ഭാര്യയും ഭർത്താവും നല്ല തന്നെയാണ്, യാതൊരു തർക്കം. പക്ഷെ പ്രവാസ ലോകത്ത് 8 വർഷം ഉണ്ടായിട്ടും ഒരു ബീഡി വലിക്കാൻ, നാളെ പോയിട്ട് ബീഡി വലിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ബീഡി വലിക്കണമെങ്കിൽ ഭാര്യയോട് ചോദിക്കേണ്ട അവസ്ഥ വന്നു പോകും. ആർക്കായാലും കാശ് കൊടുക്കുമ്പോൾ, നമുക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ സങ്കടമില്ലെങ്കിലും ഭാര്യ 100 രൂപ ഇങ്ങോട്ട് തരണമെങ്കിൽ 10 ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയും ഒരു അക്കൗണ്ട് നമുക്ക് വേണം. അങ്ങനെ ആ മനുഷ്യന് 8 മാസം മുമ്പ് ഞാൻ പറഞ്ഞപ്പോ, എന്നാ പിന്നെ സാറ് പറഞ്ഞാൽ ഇരിക്കട്ടെ ഒരു അക്കൗണ്ട് എന്ന് തുടങ്ങി. ഇന്നലെ വിളിച്ചു പറഞ്ഞു, സാറേ ഇത് ഇത്രയൊക്കെ ഗുണമുണ്ടല്ലോ, എന്റെ അക്കൗണ്ടിൽ 2.5 ലക്ഷം രൂപ ഉണ്ട് ഇപ്പോ. നമ്മൾ സന്തോഷം. അതെങ്ങനെ ബാക്കി വന്നു? സാറേ അതിനുശേഷം എനിക്ക് പല സ്ഥലത്തും കിട്ടിയ പൈസ ഞാൻ ഭാര്യയ്ക്ക് അയക്കേണ്ടത് കൃത്യമായിട്ട് അയച്ചു. അത് കണക്കറിയാലോ, എനിക്ക് എത്ര ശമ്പളം കിട്ടുന്ന കണക്ക് അവക്കറിയാം, അത് കൃത്യമായിട്ട് അവർക്ക് അയക്കണം. പക്ഷെ എനിക്ക് അവിടെ നിന്നൊക്കെ കിട്ടുന്ന മറ്റു പൈസകൾ ഞാൻ ഈ അക്കൗണ്ടിൽ ഇട്ടപ്പോ ഇപ്പൊ 6 മാസം കൊണ്ട് 2.5 ലക്ഷം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ മുമ്പേ ആ പൈസ എവിടെയായിരുന്നു? മുമ്പേ അങ്ങനത്തെ പൈസയൊന്നും എനിക്ക് വന്നതേ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അക്കൗണ്ട് തുടങ്ങിയപ്പോ ഇങ്ങനെ എവിടുന്നോ പൈസ. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ മൈൻഡിന്റെ കളി എന്ന് മനസ്സിലാക്കുക. ഇതിനു വേണ്ടി നിങ്ങൾ ശ്രമിച്ചു നോക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് കാര്യത്തിൽ കിടക്കാം. ഒന്ന്, നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എവരിബഡി ഇപ്പൊ എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലൈഫിൽ ഒരു ഗോൾ ഉണ്ടാവുക. എന്തിനാണ് ഈ പ്രവാസ ലോകത്ത് നിങ്ങൾ വന്ന് ജോലി ചെയ്യുന്നത്? സെറ്റ് എ ക്ലിയർ ലൈഫ് ഗോൾ എന്ന്. ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാവും. അനിൽ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ചോദിച്ചപ്പോൾ അനിലിനോട് ചോദിച്ചു, എന്തേ അനിൽ ഇത്ര വർഷമായിട്ട് ഒരു വീടുണ്ടാക്കിയില്ല? അനിൽ പറഞ്ഞു, സാറേ ശരിയാണ്, വീടുണ്ടാക്കിയില്ല, കാശില്ലാത്തതൊന്നുമല്ല, അത്യാവശ്യം ചെലവൊക്കെ ഉണ്ടായിരുന്നു, അത് ഓരോ ചെലവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അതുകൊണ്ട്. ഞാൻ പറഞ്ഞു, എന്നാലും ഉണ്ടാക്കിയില്ല. അത് ആ കൺഫ്യൂഷൻ ഈ കൺഫ്യൂഷൻ ഇങ്ങനെ പോയി. ഇത് മനസ്സിലാക്കണം, ലൈഫിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത്? വളരെ ക്ലാരിറ്റിയോടുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഗോൾ. അപ്പൊ ആൾക്കാർ ഒരു, സാറേ ഞാൻ ഗൾഫിലേക്ക് വന്നത് ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വീടുണ്ടാക്കി, എന്നിട്ടോ അതിൽ കിടന്നുറങ്ങാനുള്ള യോഗം ഉണ്ടോ? ഇല്ല. പിന്നെ വീടുണ്ടാക്കിയെന്താ കാര്യമുള്ള? അപ്പൊ വീടുണ്ടാക്കിയത് ഒരു ലൈഫ് സക്സസ് ആവുമോ? ഇല്ല. വീടുണ്ടാക്കുകയല്ല, ഒരു വീടുണ്ടാക്കി അതിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫ് സെറ്റ്, ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇതുണ്ടാവണം. സെറ്റ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഗോൾ ഉണ്ടാക്കണം. ഇതൊരു എനിക്ക് ഇത്ര ശമ്പളം കിട്ടണമെന്ന് മാത്രമല്ല, എനിക്ക് ഇത്ര വരുമാനം ഉണ്ടാവണമെന്ന് മാത്രമല്ല, എനിക്ക് എൻ്റെ മക്കൾ ഇന്ന് പഠിച്ചുണ്ടാക്കണം എന്ന് മാത്രമല്ല, എൻ്റെ ഭാര്യ സുഖമായിരിക്കണം, എൻ്റെ ഭർത്താവ് സുഖമായിരിക്കണം എന്ന് മാത്രമല്ല. ഇതല്ല ലൈഫ് ഗോൾ എന്ന് പറയുന്നത്. ഞാനാണ് എന്നെ എന്നെ തീരുമാനിക്കുന്നത്, എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് എന്താവണം, എനിക്ക് എന്ത് നേടണം, സ്വസ്ഥമായി സമാധാനപരമായി ജീവിക്കാൻ എനിക്ക് എന്തൊക്കെ വേണം, അതിന് ഞാൻ ജീവിച്ചാൽ മാത്രമേ എൻ്റെ കുടുംബം ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം കുടുംബം, പിന്നെയാണ് ഞാൻ. എനിക്ക് അതെല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് മാറ്റി വെക്കണം. അമ്മ ചെയ്യാറില്ലേ? മക്കൾക്ക് എല്ലാം ഭക്ഷണം കൊടുത്തിട്ട് അവസാനം പ്ലേറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചുന്ന അമ്മയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് തന്നെയാണ് പ്രവാസിയുടെ സ്വഭാവം. രണ്ടും ഒന്നാണ്. അത് മാറ്റണമെന്നാണ് പറഞ്ഞത്. അതല്ല, ഞാൻ കഴിച്ച ആരോഗ്യത്തല്ലേ, അമ്മ ആരോഗ്യത്തിൽ ഉണ്ടായാൽ മാത്രമേ മക്കളുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അമ്മയില്ല, പിന്നെ മക്കൾ ആളില്ലാതെ പോകും. അതേപോലെ
നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കുടുംബമുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം, നമ്മുടെ പ്രയോറിറ്റി ആക്കണം. വീട് വേണം, സ്വത്ത് വേണം, കാര്യങ്ങളൊക്കെ വേണം. ഇതൊരു ഇതായിട്ട് എടുക്കണം. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സന്തോഷവാനാവും, എന്റെ മക്കളും എന്റെ കുടുംബവും സന്തോഷവാനാവും എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഗോളുണ്ട്. എത്ര പേർക്ക് അതുണ്ട്? നമ്മളിപ്പോ ഗോളോട് ചോദിച്ചാൽ പറയും കുറച്ച് സ്വത്ത് മേടിക്കണം ആഗ്രഹമുണ്ട്, കുറച്ച് മറ്റേത് വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് എന്തിനാ? അത് മക്കൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിച്ച്, ഏറ്റവും കൂടുതൽ മക്കളെ പഠിപ്പിച്ച് നന്നാക്കണം എന്ന് പറയും. എന്നിട്ടോ മക്കളെ പഠിപ്പിച്ച് നന്നാക്കിയാൽ മക്കളങ്ങ് പോവും, അല്ലേ? മക്കളെ നിൽക്കാൻ പറ്റുമോ? മക്കള് കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ മക്കളെ ജീവിതം നോക്കണ്ടേ? അപ്പൊ മക്കളെ പഠിപ്പിച്ച് വലുതാക്കലാണോ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്? അത് ജീവിതത്തിന്റെ ഡ്യൂട്ടിയാണ്, ലക്ഷ്യമല്ല. ഇതൊന്ന് ശ്രദ്ധിക്കണം. എവിടെയോ അനിലിന് കത്തിയല്ലേ, കത്തണം. അതൊരു ലക്ഷ്യമല്ല, അത് ഡ്യൂട്ടിയാണ്, അത് ചെയ്യണം. പക്ഷെ അതേ സമയത്ത് ഫോർ മീ വാട്ട്, ഞാനില്ലെങ്കിൽ എന്ത് മക്കളെനിക്ക്? ഒരു മക്കളും ഇല്ല എന്ന് പറയുന്ന ശമ്പളം കൂട്ടണം എന്ന് മാത്രം. എന്തിനാണ് ശമ്പളം കൂട്ടുന്നത്? ശമ്പളം കൂട്ടി എന്താ കാര്യം? ഇപ്പോൾ എനിക്ക് 2500 രൂപ ശമ്പളം ഉണ്ട്, എനിക്ക് അടുത്ത മാസം 10,000 രൂപ 5000 ദിറംസ് ശമ്പളം ഉള്ള ജോലി വേണം. എന്തിനാ? വീട്ടിലേക്ക് കൂടുതൽ അയച്ചു കൊടുക്കാനോ? വീട്ടിലെ ചെലവ് കൂടുതലാണ്, ഒരു കാറും കൂടി മേടിക്കണം, ഇതിനാണോ? അല്ല. നമുക്ക് ഇന്ന പർപ്പസ് നടണമെങ്കിൽ ഇത്ര രൂപ എക്സ്ട്രാ, ഇത്ര രൂപ നമുക്ക് കൂടുതലായിട്ട് വേണം എന്നുള്ള സെറ്റ് ചെയ്യാൻ സാധിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, സേവ് ഫസ്റ്റ്, സ്പെൻഡ് ലേറ്റർ. സേവ് ഫസ്റ്റ്, സ്പെൻഡ് ലേറ്റർ. ആദ്യം സേവിങ്സ് നടത്തുക, എന്നിട്ട് ചെലവാക്കുക. നമ്മൾ ചെയ്യുന്ന എന്താണ്? ശമ്പളം കിട്ടിയ ഉടനെ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാം കൊടുത്തു തീർക്കും, അല്ലെ? ശമ്പളം കിട്ടും, ആദ്യം പോയി എക്സ്ചേഞ്ചിൽ പോയി നാട്ടിലേക്ക് അയക്കാനുള്ള അയക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഗ്രോസറി കുറച്ച് കൊടുക്കാനുള്ള കൊടുക്കും, ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കാനുള്ള അടക്കും. അത് അടച്ചു കഴിഞ്ഞ് തീരുമ്പോ സീറോ. പിന്നെ അടുത്ത മാസം വേണം നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിൽ. എത്ര പേരുണ്ട് ഇത് കേട്ടു നിൽക്കുന്ന പ്രവാസികൾ? നിങ്ങൾ കമന്റ് ചെയ്യൂ. എത്ര പേരുണ്ട് ഇങ്ങനെ ജീവിക്കുന്നത്? ശമ്പളം കിട്ടിയ അന്നറിയാം എനിക്ക് ശമ്പളം കിട്ടിയെന്ന്. അരമണിക്കൂർ കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോ പിന്നെയും അക്കൗണ്ട് ബാലൻസ് സീറോ, ഒന്നുമില്ല, 10 പൈസ കയ്യിലില്ല. ഒരു ചായ കുടിക്കണം എന്ന് വിചാരിച്ചാൽ പോലും കയ്യിൽ പൈസ ഇല്ല. ഇഷ്ടം എത്ര നിങ്ങൾ പറഞ്ഞു നോക്കൂ, നിങ്ങൾ കേൾക്കുന്നവർ ആലോചിച്ച് നോക്കുക, എത്ര പേരുണ്ട്? നിങ്ങളുടെ അറിവിൽ എത്ര പേരുണ്ട് ഈ അനുഭവമായിട്ട് മുന്നോട്ട് പോകുന്നത്? എത്ര പേരുണ്ട്? എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? ഒരു ചായ കുടിക്കാൻ, ഒരു 7up കുടിക്കാൻ, ഒരു സ്പ്രൈറ്റ് കുടിക്കാൻ, വേണ്ട ദാഹിക്കുമ്പോൾ ഒരു തണുത്ത വെള്ളം മേടിച്ച് കുടിക്കാൻ നമ്മളിൽ പൈസ ഉണ്ടോ? എത്ര പേര് പേഴ്സ്, നിങ്ങൾ കേൾക്കുന്നവർ പറഞ്ഞു, എത്ര പേര് പേഴ്സ് ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കൂ, എത്ര രൂപ കൈ കാശുണ്ടെന്ന്? ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ജീവിതമില്ലാത്ത അവസ്ഥയാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ആദ്യം. എന്നിട്ടോ ഒരു സേവിങ്സും ഇല്ല. 25,000 നമുക്ക് ശമ്പളം കിട്ടിയാൽ 25,000 നാട്ടിൽ ചെലവോ, 50,000 ശമ്പളം കിട്ടിയാൽ 50,000 ചെലവോ. സേവിങ്സ് ചോദിച്ചാൽ പറയും അതിന് ബാക്കി ഒഴിയേണ്ടേ, എന്നാലേ സേവ് ചെയ്യാൻ പറ്റൂ. അല്ല, അത് തെറ്റാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുള്ളൂ, പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാ മാസവും 10,000 രൂപ, 25,000 രൂപ, 50,000 രൂപ സേവ് ചെയ്യുന്നു. സേവ് എന്നല്ല അതിന് പറയുന്നത്, ഞങ്ങൾ അതിന് വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ്. അതും എക്സ്പെൻസ് ആണ്. സ്പെൻഡ് ഇറ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇൻവെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മറ്റൊരു രൂപത്തിൽ വരും. അതിന് നോക്കട്ടെ, അത് ചിട്ടിയിലോ മറ്റോ ചേർത്തിട്ട് അങ്ങ് സ്പെൻഡ് ചെയ്യാം. സ്പെൻഡ് ആയിട്ട് കണക്കൂട്ടുക, എടുക്കാനില്ല. 10 വർഷത്തെ 15 വർഷത്തെ പ്ലാനിലിട്ട് അടച്ചിട്ട് പൊക്കിടുക. SIP പോലുള്ള പ്ലാനുകളിൽ പോയിട്ട് തിരിച്ചെടുക്കാനില്ല. ആ 10 വർഷം കഴിയുമ്പോൾ കിട്ടും. അപ്പോഴേ നമുക്ക് അതിന്റെ ആവശ്യം വരുള്ളൂ. അത് സേവിങ്സ് എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, സ്പെൻഡിങ് തന്നെയാണ് അവിടെ. കാരണം നമ്മളത് കാരണം നമ്മളുടെ സ്വഭാവം സ്പെൻഡിങ് ആണല്ലോ. നമുക്ക് സ്പെൻഡിനെ പറ്റിയേ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയും ഒരു സ്പെൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുക. നമ്മൾ സ്ഥിരം ചെയ്തൊരു പരിപാടിയുണ്ട്. എല്ലാ മാസവും ഒരു ബാങ്കിലേക്ക് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, അവർ എല്ലാ മാസവും ആ പൈസ അന്ന് എടുത്തോണ്ട് പോകും. ഇൻഷുറൻസ് പോളിസി പോലുള്ള അല്ലെങ്കിൽ SIP പോലുള്ള കൃത്യമായി സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. പൈസ അയച്ചോ അയച്ചില്ലെങ്കിൽ അതോ എടുക്കും. അപ്പൊ എന്താ, പൈസ എത്തിയില്ലെങ്കിൽ വിഷയമാണ്. അതുകൊണ്ട് എങ്ങനെയായാലും ആ മാസം അവിടെ അയച്ചില്ലെങ്കിൽ, വൈഫിന് കഴിഞ്ഞ ആഴ്ച അയക്കാനുള്ള പൈസയാണ്, എനിക്കിവിടെ നിൽക്കാൻ സമയം തന്നിട്ടില്ല, ലെഫ്റ്റും റൈറ്റും ഈ ചുറ്റുവട്ടത്ത്, ഈ ടേബിളിന്റെ ചുറ്റുവട്ടത്ത് കിടന്ന് കറങ്ങിയാണ്, അയച്ചിട്ടില്ല, ഒന്നയച്ച്, ഒന്ന് വിട്ടേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് പൈസ ഉണ്ടാക്കി അയക്കും. അത് അടഞ്ഞുപോയി. എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റും? അപ്പോ ആദ്യം സേവ് ചെയ്യുക, പിന്നെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞത്, ഫാമിലി ഈസ് യുവർ ഇമോഷൻ,
ഓർ നോൺ ഇമോഷൻ? തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഫാമിലിയെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മിസ് കോൾ വീണാൽ തീർന്നു നമ്മുടെ കാര്യം. വീട്ടിൽ നിന്നും അയൽവാസിയിൽ നിന്നും ഒരു മിസ് കോൾ വന്നാൽ മതി, വീട്ടിൽ നിന്നും ഒരു മിസ് കോൾ വന്നാൽ മതി, അല്ലെങ്കിൽ ഏതോ വഴിയിൽ നിന്ന് ഫ്രണ്ടിന്റെ ഒരു മിസ് കോൾ വന്നാൽ മതി, ഉടനെ തിരിച്ചു വിളിക്കും. എന്നിട്ട് എന്താ കുഴപ്പം? പൈസ വേണം, അയച്ചാൽ. എന്തിനാ? ഇമോഷന്റെ പുറത്താണ്. ഇമോഷനാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഫാമിലി ബന്ധങ്ങളിൽ പോലും ഇമോഷൻസ് പാടില്ല. ഇമോഷൻസ് വിൽ കിൽ യു ഇൻ യുവർ ലൈഫ് എന്ന് പറയും. എന്തുകൊണ്ടെന്നറിയും? വേറൊന്നും കൊണ്ടല്ല. ഞാൻ പറയുന്നത് ബന്ധങ്ങൾ വേണ്ട എന്നല്ല. അവർക്ക് അതെല്ലാം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. മക്കളെ നോക്കുക, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. വൈഫിനെ നോക്കുക, ഭർത്താവിനെ നോക്കുക, റെസ്പോൺസിബിലിറ്റി. അമ്മയും അച്ഛനെയും നോക്കുക, റെസ്പോൺസിബിലിറ്റി. അടുത്ത ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, റെസ്പോൺസിബിലിറ്റി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഇമോഷണൽ ബാഗേജ്. ആ ഇമോഷൻ കൊണ്ട് നടക്കണ്ട. ഞാനില്ലെങ്കിൽ അവരില്ല, ഇല്ല. തിരിച്ചവര് നിങ്ങളില്ലെങ്കിൽ അവരുമില്ല എന്ന് ചിന്തിക്കുക. ആദ്യം നിങ്ങൾ ഉണ്ടായാലും മാത്രമേ അവരുള്ളൂ. നമുക്ക് ഭാര്യ ഉണ്ടാണെങ്കിൽ അത് ഞാൻ വേണം. എനിക്ക് മറ്റൊരാൾക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ അത് ഞാൻ വേണം, ഇതില്ലെങ്കിൽ ഇല്ല. ആദ്യം ഞാൻ എന്നെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ടല്ലേ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഈ ഒരു കാര്യത്തെ മാറ്റിപ്പിടിക്കൂ. ഇമോഷണൽ ബാഗേജ് ഉണ്ടാവരുത്. ഇമോഷണലായിട്ട് ആരോടുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കരുത്. അവിടെ റെസ്പോൺസിബിലിറ്റി ഫില്ല് ചെയ്ത് പോവാം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു പോവാം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. മക്കളെ പഠിപ്പിക്കണം, യെസ് വേണം, ഇതൊക്കെ വേണം, എല്ലാം വേണം. പക്ഷേ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കരയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതിന് മക്കൾക്കും റെസ്പോൺസിബിലിറ്റി കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ പാരന്റ്സ് ആയി മാറുന്നത്. മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ആളെ പേര് പാരന്റ് എന്നല്ല, അച്ഛനെന്നോ അമ്മയെന്നല്ല. അതിന് വിളിക്കുന്ന പേരെന്താണ്? ഒരു ടൂള് മാത്രമാണ് അവരെ സംബന്ധിച്ച്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു മിഷൻ, ഒരു റോബോട്ടിക് മിഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ അവർക്ക് സ്വിച്ച് ഇട്ടാൽ കിട്ടുന്ന ഒരു ബോക്സ് പോലെയായി മാറും നമ്മൾ ഇത്. അതല്ല, അവർക്ക് എന്താണ് ആവശ്യം, എങ്ങനെയാണ് ആവശ്യം, അത് എന്റെ പരിമിതിയിൽ നിന്ന് പറ്റുമോ എന്ന് ആലോചിച്ച് നമുക്ക് ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമ്മളെ പരിമിതികൾ ഉയർത്താൻ നമുക്ക് പറ്റണം. അതാണ് അടുത്ത പോയിന്റ് വരുന്നത്. നമുക്ക് ഇപ്പൊ മകനെ MBBS പഠിപ്പിക്കുന്നുണ്ട്, മകളെ MBBS പഠിപ്പിക്കുന്നുണ്ട്. നിലവിലുള്ള എന്റെ ശമ്പളം അതിന് യോജിക്കുന്നതല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അയ്യോ, എന്റെ ശമ്പളം കൂടിയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പരിതപിക്കുകയല്ല വേണ്ടത്. അവിടെയാണ് ആ ഇമോഷൻ പിടിച്ച് നിൽക്കുകയല്ല വേണ്ടത്. ഹൗ ടു ഇംപ്രൂവ് മൈസെൽഫ് ടു ഗെറ്റ് മോർ മണി ടു സ്പെൻഡ് ഫോർ ഹിം. അവനെ ആ രീതിയിൽ എത്താനായിട്ട് എന്റെ വരുമാനം എങ്ങനെ കൂട്ടാം എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? അത് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ആലോചിച്ചിട്ട് നമ്മൾ കരഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് ചെയ്യണമെങ്കിൽ എനിക്ക് ശമ്പളം കൂട്ടിക്കിട്ടിയാൽ മതി എന്ന് ആലോചിച്ച് ഇംപ്രൂവ്, അപ്ഗ്രേഡ് യുവർ സെൽഫ്. നമ്മളെ തന്നെ അപ്ഗ്രേഡ്. അടുത്ത പോയിന്റാണ്, 4ാമത്തെ പോയിന്റാണ് അപ്ഗ്രേഡ് യുവർ സെൽഫ്. നമ്മളെ ഉയർത്താൻ തയ്യാറാവണം. കാരണം നമുക്കത് ആവശ്യമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി ഫില്ല് ചെയ്യാനാണെങ്കിൽ എനിക്ക് എന്റെ വരുമാനം കൂടണമെങ്കിൽ ഞാൻ എന്റെ കഴിവുകളും മറ്റും കാര്യങ്ങൾ ഉയർത്തണം. അപ്ഗ്രേഡ് യുവർ സെൽഫ്. അതെങ്ങനെയാണ്? നമ്മളുടെ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ഗ്രോ ചെയ്യാനുള്ള കഴിവ് വേണം. നമ്മളുടെ ഏറ്റവും പ്രധാന പ്രശ്നമാണ് പ്രവാസികൾ സംബന്ധിച്ചത്. പുതിയതൊന്നും ചെയ്യാൻ തയ്യാറാവില്ല. പുതിയ ഒരു റിസ്ക് എടുക്കാനോ, പുതിയൊരു കാര്യം പഠിക്കാനോ, ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്യാനോ, ഒരു പുസ്തകം എടുത്ത് വായിക്കാനോ, ഒരു തൊഴിൽ പഠിക്കാനോ തയ്യാറാവില്ല. ഓഫീസിൽ അതിൻ്റെ ഒരു ആവശ്യകത വന്നാൽ അതങ്ങ് ഫില്ല് ചെയ്തു പോകും. അതിനപ്പുറത്തേക്ക് എത്രയോ ആൾക്കാരില്ലേ, ഒരു അക്കൗണ്ടന്റ് ആയി തുടങ്ങി ജീവിതം അവസാനിക്കുന്നത് വരെ അക്കൗണ്ടന്റ്, ഒരു സെയിൽസ്മാനായി തുടങ്ങി അവസാനം ജോലിയിൽ നിന്ന് വിട്ടു പോകുന്നവരെ സെയിൽസ്മാൻ. ഇതല്ലേ ഗൾഫിൽ നമ്മൾ ഇവിടെ കാണുന്നത്? ഒരു കുക്കായി തുടങ്ങി ജീവിത അവസാനം വരെ കുക്ക്. എന്തായാലും XYZ. അപ്ഗ്രേഡ് യുവർ സെൽഫ്, ചേഞ്ച് ഇറ്റ്. അവിടെ നിന്ന് ഉയരാൻ ശ്രമിക്കൂ. ഹൗസ് മെയ്ഡായി വീട്ടില് ഹൗസ് മെയ്ഡ് തന്നെയാണ് ജീവിതം. എപ്പോ പോവും? എനിക്കെന്തേ പറ്റില്ല? ഓക്കെ, എനിക്ക് പറ്റും. ആർക്കാ ഇത് പറ്റാത്ത? മാറ്റാൻ പറ്റാത്ത ഒരു മനുഷ്യനെ കാണിക്കാൻ പറ്റും? എല്ലാവർക്കും പറ്റും. നമ്മൾ കറങ്ങി തിരിച്ചാൽ മതി. ഈ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു മനുഷ്യൻ ഗ്രോത്ത് മെന്റാലിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യൻ വെറും ജഡമാണ്, ഒരു കാര്യമില്ല. പ്രവാസികൾ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത്, പ്രവാസികൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ആരോഗ്യകരമായ വിഷയത്തിലാണ്. ബിക്കോസ് അവർ ഒരു കാര്യം ആക്ടിവിറ്റി പോലും, ജോലി ചെയ്യും, വീട്ടിൽ വന്ന് കിടന്നുറങ്ങും, വീണ്ടും ജോലിക്ക് പോകും. അതല്ലാതെ അവനവനെ ഉയർത്താനുള്ള, അവനവനെ മാറ്റാനുള്ള ഒരു പ്രക്രിയക്കും 90% ആൾക്കാരും തയ്യാറല്ല.
ഇത് സത്യമാണ്, നിങ്ങളൊന്ന് വിശകലനം ചെയ്തു. അപ്ഗ്രേഡിങ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനിപ്പോ ഇത്രയും പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടാണ് നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ കിടക്കുമായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇത്രയും പുസ്തകങ്ങൾ വായിച്ച് പുതിയ പുതിയ അറിവുകൾ സ്വീകരിച്ചു വെച്ച് ഇപ്പൊ നിങ്ങളോട് ഈ സംസാരിക്കുന്ന 5 പോയിന്റുകളെ പറ്റിയിട്ട് കഴിഞ്ഞ 2 മണിക്കൂറായി ഇരുന്ന് കുറെ ആലോചിച്ച് പോയിന്റുകളൊക്കെ ഷോർട്ട് നോട്ട് ചെയ്ത് അതിനെപ്പറ്റി പറയേണ്ട കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാതെ എനിക്ക് വന്ന് സംസാരിക്കാൻ പറ്റുമോ? സോ എവറി മിനിറ്റ്സ് അപ്ഗ്രേഡ് യുവർ സെൽഫ്. ഇന്നലെ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് അറിയില്ല, നാളെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവരുത് എന്ന് പറയുന്നല്ലോ. അപ്പൊ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാലോ ഒരു സ്റ്റെപ്പ് നമുക്ക് ശമ്പളത്തിൽ സാധ്യത കൂടുതലാണ്, നമുക്ക് വരുമാനം കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് മാറ്റി തയ്യാറാ, പുതിയ കാര്യങ്ങൾ പഠിക്കുക, അറിയുക, അറിഞ്ഞുകൊണ്ടേയിരിക്കുക. ഇനി മറ്റഞ്ചാമത്തെ കാര്യം, വളരെ കൂടുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം, അഞ്ചാമത്തെ നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വളരെ ഹാംഫുൾ ആയിട്ട് നമുക്കുള്ളതാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. എന്താണ് ടോക്സിക് റിലേഷൻ? നമ്മളെ ഇങ്ങനെ അട്ട പിടിക്കുന്ന പോലെ പിടിച്ച് തകർക്കുന്ന കൂട്ടുകെട്ടിനകത്താണ് നമ്മൾ പെട്ടുപോകുന്നത്. എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ കമന്റ് ചെയ്യുക, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഫ്രണ്ട്സ്, നിങ്ങൾക്കുള്ള നെറ്റ്വർക്കിംഗ്, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഉയർത്താനുള്ളവരാണ്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരാണ്. എത്ര പേരുണ്ട്? ഞാൻ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നു, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ്, ഈ കാര്യം ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ചങ്കായ, റിയലായ ചങ്ക് എന്ന് പറയും, നിങ്ങളെ ഉയർത്തുന്ന ഫ്രണ്ടിന് ഇതൊന്ന് അയച്ചു കൊടുത്തോടാ, ഞാനിത് കണ്ടു, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ചു. നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണോ, ജീവിതത്തിൽ ഈ എന്റെ വാക്ക് കേൾക്കരുത് എന്നതായിരിക്കും? ഇവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്. ഇതാണ് ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നന്മ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു നന്മയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുകൊണ്ടാണ് ഇത് കേൾക്കുന്നത്. ഈ നന്മ നിങ്ങളുടെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരി ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് ടോക്സിക് റിലേഷൻഷിപ്പിനെ അളക്കാനുള്ള വഴി. എത്ര പേർക്ക് അത് അനുഭവിക്കാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കോ. ഈ റിലേഷൻഷിപ്പിന് എന്ന് നിങ്ങൾ ഒഴിവാക്കുന്നില്ല, അന്ന് നിങ്ങളുടെ മാർഗം തടയുക തന്നെ ചെയ്യും. നിങ്ങളാകുന്ന ഒഴുക്കിനെ അഴുക്ക് ചാലിലേക്ക് എത്തി. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സ് നമ്മളെ ഉയർത്താനും പ്രചോദനം നൽകാനുമുള്ളതായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അന്ധകരണങ്ങൾ അവിടെ തന്നെ സംഭവിക്കും. അത്രയും ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ. ടോക്സിക് റിലേഷൻഷിപ്പ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത്ര മാത്രം പറഞ്ഞു വന്നു. ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു വരാം. ഒറ്റ ഒരു ഫ്രണ്ട് സർക്കിളിൽ മാത്രം പറഞ്ഞു വരാം. നിങ്ങളുടെ ഫ്രണ്ട്സ് എപ്രകാരമാണെന്ന് അറിയാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ കള്ളു കുടിക്കാത്ത ഒരാളാണെന്ന് കരുതിക്കോ. ഞാൻ ആണുങ്ങളെ പറ്റിയാ പറയണേ, കള്ളു കുടിക്കാത്ത ഒരാളാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കള്ള് തന്നിട്ട് കുടിക്കാൻ പ്രേരിപ്പിക്കോ, നീ കുടിക്കാത്തവനാണ് മോനെ, നീ നല്ലവനാണ്, നീ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കോ? ഇതാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഈ കുടിക്കുന്നവനും കുടിപ്പിക്കാൻ ശ്രമിക്കുന്നവനും കുടിക്കാൻ പോകുന്നവനും അറിയാം കള്ളുകുടി ആരോഗ്യത്തിന് ഹാനികരമാണ്, നല്ലതല്ല. മൂന്ന് പേർക്കും അറിയാമല്ലോ. എന്നിട്ട് പിന്നെ നല്ല റിലേഷൻഷിപ്പാണ് എന്താ പറയേണ്ടത്? നീ അടിപൊളി, നീ എവിടെ ഇരിക്കും, ഞാനോ കുടിക്കാൻ, നീ കുടിക്കണ്ട, നീ ഇവിടെ ഇരിയടാ എന്ന് പറയുന്ന എത്ര ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്? ആലോചിച്ച് നോക്കൂട്ടോ. ടോക്സിക് റിലേഷൻഷിപ്പ് അത്ര കണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ അവോയ്ഡ് ചെയ്യാതെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്ന പോലെ നിങ്ങൾ അവിടെ തന്നെ കിടക്കും. ഈ 5 കാര്യങ്ങൾ മാത്രം സിമ്പിളായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഇന്നു മുതൽ ഞാൻ ഉറപ്പ് പറയുന്നു, ജീവിതത്തിൽ വലിയ മാറ്റത്തിൽ നിങ്ങൾ തുടക്കണം. വലിയ മാറ്റം ഇന്നു മുതൽ നിങ്ങൾക്ക് സംഭവിക്കണം മാത്രം ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. വളരെ ചെറിയ രീതിയിൽ പറഞ്ഞു. ഇത് മനസ്സിലാക്കാനുള്ള ഫണ്ടമെന്റൽ ഒരു സ്റ്റെപ്പ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ബാക്കി കാര്യങ്ങൾ, ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ നിൽക്കുക. വീണ്ടും പ്രവാസ ലോകത്തിൽ തന്നെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ ലൈവായിട്ട് ഇതിനെ കുറേ കാര്യങ്ങൾ, ലൈഫിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ലൈവായിട്ട് പറയുന്നുണ്ട്. അടുത്ത മാസം 6-ാം തീയതി ദുബായിൽ വെച്ചിട്ട് ഒരു ലൈവ് സെഷൻ ഉണ്ട്. അന്ന് ഇതിന് കുറേ കാര്യങ്ങൾ മൊത്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഞങ്ങൾ ബാക്കിയുള്ള എൻ്റെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, നമ്മൾ എനർജിയുടെ കാര്യങ്ങളാണ്, ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യങ്ങളാണ് അധികം സംസാരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ അന്നത്തെ ലൈവ് സെഷനിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ, ഈ വീഡിയോ കാണുന്നവർക്ക് ഞാൻ പറയുന്ന നിങ്ങളെ സംബന്ധിച്ച് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഉതകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവിൽ പങ്കെടുക്കാം, നേരിട്ട് കാണാം, നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാം, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച് വന്നതുകൊണ്ടാണ് ഈ പറയുന്നത്, അല്ലാതെ ഞാൻ ഈ പൊട്ടിമുളച്ച് വന്നൊന്നുമല്ല. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. ഞാൻ അപ്ഗ്രേഡ് ചെയ്യാത്തൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു. അതിന് ഫാമിലി ഇമോഷണൽ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാൻ ആദ്യം സ്പെൻഡിങ്ങിന് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ, സേവിങ്സിനെ പറ്റി ശ്രദ്ധിച്ചിട്ടേ ഇല്ല.
ഒരു കൃത്യമായ ജീവിത ലക്ഷ്യമൊന്നും ഈ 5 കാര്യം എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇതെല്ലാം മാറ്റിയപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് പോലും എനിക്കില്ല. ഞാൻ എനിക്ക് അത്തരം ഫ്രണ്ട്സുമായിട്ടുള്ള കണക്ഷൻ പോലും നമ്മളില്ല. അവരെല്ലാം അകന്നകന്ന് പോയി. ഞാൻ പോലും പറഞ്ഞില്ല, അവർ ഓട്ടോമാറ്റിക് അകന്നു പോയി. നീ പറഞ്ഞ 5 പേരുടെ ജീവിതത്തിലെ അനുഭവം മാത്രമാണ് പറഞ്ഞത്. ഇതുപോലെ എല്ലാവർക്കും പറ്റും. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ക്ലാസ്സിന് ലൈവിൽ വരാനുള്ളവർക്ക്, നമുക്ക് ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ താഴെ കൊടുക്കാം, വിളിച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല ഓഫർ ഉണ്ട്. കാരണം ഞാൻ വലിയ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തോ, നിങ്ങളുടെ ചങ്കിനെ ഒന്ന് ടെസ്റ്റ് ചെയ്തോ, നിങ്ങളുടെ പാർട്ട്ണർ ഒന്ന് ടെസ്റ്റ് ചെയ്തോ, നിങ്ങളുടെ ഉയർച്ച അവർ ഇഷ്ടപ്പെടുന്നു എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ചോദിക്കുക, എന്ത് തോന്നുന്നു എനിക്കിതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന തെറിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു അത് നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ടാണ്, തിരിച്ച് നിങ്ങൾക്ക് എന്തുവാടാ ഇത്, എവിടെ നിന്ന് കിട്ടിയടേ എന്ന് ചോദിച്ചാൽ ആ സമയത്ത് നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് അവിടെ വെച്ച് കട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഉയരാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ആ റിലേഷൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ആ നമ്പർ മൊബൈലിൽ ഡിലീറ്റ് ചെയ്യുക. ഇപ്പൊ പാർട്ട്ണറാണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പാർട്ട്ണർ പറയാം, ഓക്കെ, നീ നിന്റെ വഴി, ഞാൻ എൻ്റെ വഴി, നീ അവിടെ ഇരിക്കോ, ഞാൻ ഇവിടെ ഇരിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്നുള്ള ദൃഢനിശ്ചയത്തോട് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്ക് ജീവിത വിജയം എന്ന് പറയുന്ന, നമ്മുടെ ലക്ഷ്യബോധം എന്ന് പറയുന്ന, നമ്മൾ ലൈഫിലെ ഗോൾ എന്ന് പറയുന്ന, സക്സസ് എന്ന് പറയുന്ന സാധനം ലഭ്യമാകുമെന്നതിന് യാതൊരു തർക്കമില്ല. അത് 100% നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനാണ് സാക്ഷി എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തോളൂ, ഞാൻ ഓൺ റെക്കോർഡ് ഇടാം. ആർക്കെങ്കിലും കേട്ടാൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെയല്ല അങ്ങനെയൊന്നുണ്ട് പറഞ്ഞോളൂ. താങ്ക് യു ഓൾ. ഞാൻ എന്റെ പേയാണ്. പറഞ്ഞോളൂ, പറഞ്ഞു ഷൈൻ.